കല്യാണം, സൽക്കാരങ്ങൾ, മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ, പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്, വണ്ടൂർ. ഹോട്ടലുകളുടെ പ്രവർത്തനം തടസ്സപ്പെടാതിരിക്കാൻ ഗ്യാസ് വിതരണത്തിൽ മുൻഗണന നൽകണമെന്ന് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ നിലമ്പൂർ യൂണിറ്റ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. നിലമ്പൂരിലും ഹോട്ടലുകൾ പ്രതിസന്ധി നേരിടുന്നുണ്ടെന്നും സർക്കാർ തലത്തിൽ അടിയന്തര നടപടികൾ വേണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. നിലമ്പൂരിൽ തിരുവനന്തപുരത്തുനിന്നും രാജറാണി ട്രെയിൻ വെളുപ്പിന് നിലമ്പൂർ വന്നാൽ ഇവിടെ നിന്നും ഗൂഡല്ലൂരിലേക്കും അതേപോലെ തന്നെ ബത്തേരിയിലേക്കും മഞ്ചേരിയിലേക്കും ഒക്കെ പോകേണ്ട അനേകം യാത്രക്കാർ നിലമ്പൂരിലുള്ള ഹോട്ടലുകളെയാണ് പ്രാഥമിക കർമ്മങ്ങൾ നടത്താൻ വേണ്ടി അവർ കണ്ടെത്തുന്നത്. അപ്പോൾ നിലമ്പൂരിലുള്ള അല്ലെങ്കിൽ ഹോട്ടലുകൾക്ക് ഗ്യാസ് സിലിണ്ടർ കിട്ടാത്ത ഒരവസ്ഥ വന്നാൽ ഇത് വ്യാപകമായിട്ടുള്ള ഒരു ദുരന്തം തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ സാധിക്കുകയില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആയിരക്കണക്കിന് കുടുംബങ്ങൾ ഒരു ഹോട്ടൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 10 കുടുംബം മുതൽ 50 കുടുംബങ്ങൾ വരെയാണ് മിനിമം ഒരു ഹോട്ടലിൽ ജീവിതമാർഗം കണ്ടെത്തുന്നത്. അത് ഇത്രയും കുടുംബങ്ങൾ, അതോടൊപ്പം മത്സ്യ മാംസ വ്യാപാരം നടത്തുന്ന തൊഴിൽ മേഖലകളിലും പച്ചക്കറി നടത്തുന്ന മേഖലകളിലും എല്ലാം ഈ ഹോട്ടൽ മേഖല അടച്ചിടുന്നതോടുകൂടി ഗ്യാസ് കിട്ടാത്തതിനാൽ പ്രതിസന്ധി നേരിടുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മുടെ നിലമ്പൂർ പ്രദേശത്തായിരുന്നാലും ഏകദേശം 50% ഹോട്ടലുകൾ ഇപ്പോൾ അടഞ്ഞു കിടക്കുകയാണ്. നമുക്കറിയാം, ഇപ്പോൾ ഈ റംസാൻ മാസമായതുകൊണ്ട്, നോയമ്പുകാലമായതുകൊണ്ടും നിലമ്പൂരിലുള്ള 50% ഹോട്ടലുകൾ അടഞ്ഞു കിടക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ തുറന്ന് പ്രവർത്തിക്കുന്ന ഹോട്ടലുകൾക്ക് പോലും ഗ്യാസ് കുറ്റി ലഭിച്ചുകൊണ്ടിരിക്കുക. ഈ റംസാൻ മാസം കഴിഞ്ഞാൽ വരുന്ന ഒരാഴ്ച കഴിയുന്നതോടെ എല്ലാ ഹോട്ടലും തുറന്നു കഴിയുമ്പോൾ ഇവിടെ ഗ്യാസ് ലഭിക്കാത്ത ഒരവസ്ഥ വരികയും മുഴുവൻ ഹോട്ടലുകളും അടച്ചിടേണ്ട അവസ്ഥയിലേക്ക് വരും. അപ്പോൾ ഏറ്റവും വലിയ സ്വയം തൊഴിൽ മേഖലയായ ഹോട്ടൽ മേഖലയെ സംരക്ഷിച്ച് നിർത്തിക്കൊണ്ട് അവർക്ക് 1ാം സ്ഥാനം കൊടുത്തുകൊണ്ട് ഏറ്റവും കൂടുതൽ ഗ്യാസ് വിതരണം ചെയ്യാൻ ഹോട്ടൽ മേഖലയ്ക്ക് വിതരണം ചെയ്തുകൊണ്ട് ഈ സംരംഭത്തെ നിലനിർത്താൻ വേണ്ട ായിട്ടുള്ള നടപടികൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആദ്യമേ മുൻകൈ എടുക്കണമെന്നാണ് ഹോട്ടൽ അസോസിയേഷൻ ഭാരവാഹികൾ എന്ന നിലയിൽ ഞങ്ങൾക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. പുലർച്ചെ മുതൽ യാത്രക്കാർ കൂടുതലെത്തുന്ന പ്രദേശം കൂടിയാണ് നിലമ്പൂർ. രാജറാണിയിൽ വന്നിറങ്ങി വയനാട്, നീലഗിരി ഭാഗത്തേക്കും ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലേക്കും പോകുന്നവർ ഭക്ഷണത്തിനും മറ്റു പ്രാഥമിക ആവശ്യങ്ങൾക്കും ഹോട്ടലുകളെയാണ് ആശ്രയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹോട്ടലുകളുടെ പ്രവർത്തനം തടസ്സപ്പെടുന്നത് ഏറെ പേരെയാണ് ബാധിക്കുക. ഇന്ധന ലഭ്യത കുറഞ്ഞ നിലവിലെ സാഹചര്യത്തിൽ ഹോട്ടലുകളെ ആവശ്യ സർവീസിൽ ഉൾപ്പെടുത്തി ഇന്ധനം എത്തിക്കുന്നതിന് അനുമതി നൽകണമെന്നും ഭാരവാഹികൾ പറഞ്ഞു. യൂണിറ്റ് പ്രസിഡന്റ് സ്കറിയ കിനാത്തോപ്പിൽ, ജില്ലാ വൈസ് പ്രസിഡന്റ് അനസ്, യൂണിയൻ സെക്രട്ടറി ഷാനവാസ് സിറ്റി പാലസ്, ട്രഷറർ പി മോഹനൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. 8 വർഷക്കാലമായി നമ്മുടെ മനസ്സറിഞ്ഞ നമ്മുടെ സ്വന്തം വെഡിംഗ് സെന്റർ ലൈബ വെഡിംഗ് സെന്റർ. വില വളരെ കുറവാണ്. ലൈബ വെഡിംഗ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകുണ്ട്.